ഈ കവിത എഴുതിയിട്ടുള്ളത് വില്യം വേർഡ്സ്വർത്ത്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? വില്യം വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന കവി. അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കവികളില്, പ്രശസ്തന്മാരായിട്ടുള്ള കവികളില് ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോഴും ഉണ്ട് അല്ലേ? അപ്പോ ഇപ്പോഴോ? ഇല്ലല്ലോ. ഓക്കെ, നോക്കൂ. വില്യം വേർഡ്സ്വർത്ത് അല്ലെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തന്മാരായിട്ടുള്ള കവികളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള കവിതകളാണ് അദ്ദേഹം എഴുതുന്നത്. പ്രകൃതി ഭംഗിയെ വളരെയധികം എന്താ പറയാ പുകഴ്ത്തുന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്യം വേർഡ്സ്വർത്ത്. അപ്പൊ അദ്ദേഹം ഏർലി സ്പ്രിംഗ്, നമ്മൾ ഈ ജോഗ്രഫി പഠിക്കുമ്പോൾ സീസൺസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സീസൺസിൽ ഒരു സീസൺ ആണ് സ്പ്രിംഗ്. എന്താണ് സ്പ്രിംഗ് സീസൺ മലയാളത്തില്? സ്പ്രിംഗ് സീസണിന്റെ പ്രത്യേകത സ്പ്രിംഗ് സീസണിന്റെ പ്രത്യേകത എന്താ? പൂക്കള് ഉണ്ടാകുന്നു, മാവുമേ മാങ്ങകൾ ഉണ്ടാവുന്നു, പ്ലാവുമേ ചക്കകൾ ഉണ്ടാകുന്നു, പിന്നെ സമൃദ്ധി വെച്ചാൽ പ്രകൃതി കൂടുതൽ മനോഹരിയാകുന്ന ഒരു കാലഘട്ടമാണ് വസന്തകാലം, സ്പ്രിംഗ് സീസൺ. ഞാൻ നിങ്ങള് തെങ്ങുമ്മ തേങ്ങകൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നു വിചാരിച്ചു. അതെല്ലാ കാലത്തും ഉണ്ടാവും അല്ലേ? പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഈ ഫലങ്ങളൊക്കെ ഉണ്ടാവുക സാധാരണ സ്പ്രിംഗ് സീസണിലാണ് ഉണ്ടാവുക, ഒരു സീസണിലാണ് ഉണ്ടാവുക. അപ്പോ ഇവിടെ അദ്ദേഹം എന്താണ് പ്രകൃതിയെ കുറിച്ചിട്ടുള്ള ഇവിടെ അദ്ദേഹത്തിന്റെ ഈ വർണ്ണന? ഇതിന്റെ കവിതയുടെ പേരെന്താ? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഓക്കെ, നോക്കാം. I heard 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. നോക്കട്ടാ, എന്താണ് അദ്ദേഹം പറയുന്നത് ഇവിടെ? I heard 1,000 blended notes. ആയിരക്കണക്കിന് കൂടിക്കലർ, ബ്ലെൻഡഡ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ആകുമ്പോഴാണ്, അതിനെയാണ് നമ്മൾ ബ്ലെൻഡ് എന്ന് പറയാം. ബ്ലെൻഡ് ചെയ്യാന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ എന്താ പറയാ, ഈ ബ്ലെൻഡഡ് നോട്ട്സ്, ഈ പാട്ടുകളുടെ വരികളുണ്ടല്ലോ, പാട്ട്, നല്ല ഭംഗിയുള്ള മനോഹരമായ പാട്ടുകൾ. പാട്ട് കേട്ട് നിങ്ങൾ പാട്ട് ആസ്വദിക്കാറുണ്ടോ? നിങ്ങൾ ഗാനം ആസ്വദിക്കാറുണ്ട്? എങ്ങനെയുള്ള പാട്ടുകളാണ് നിങ്ങൾ കേൾക്കാറ്? സിനിമാ പാട്ട്, ആൽബം, സിനിമാ പാട്ട്. ചില ആൾക്കാർ ഭക്തിഗാനമൊക്കെ കേൾക്കും. അപ്പോ എന്തായാലും വേണ്ടില്ല, അത് ആസ്വദിക്കാറുണ്ട് ഓരോരുത്തരുടെ. എന്താ ആൽബം? അപ്പൊ അത് ചില പാട്ടുകൾ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും, ഒരിക്കൽ കേട്ടാൽ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ അത് മറക്കില്ല.
വീണ്ടും വീണ്ടും നമ്മൾ അത് കേട്ടുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മളത് പാടും. എന്താ കാരണം? അതിന് നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതില് നല്ല വരികൾ, നല്ല ഈണം, അല്ലെ? ഇതൊക്കെയല്ലേ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വരികൾ എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥം, നല്ല ഈണം. പിന്നെ പാടുന്ന ആള് നല്ല ആളാണെങ്കിൽ നമ്മൾ അത് വീണ്ടും അയാളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ആലോചിച്ചാണെങ്കിൽ നമ്മൾ അത് വീണ്ടും 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 കേൾക്കും. ശരിയല്ലേ? അങ്ങനെ ഒരു പാട്ടിനെ മനോഹരമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഒരു പാട്ടിനെ മനോഹരാക്കുക. അതില് ആ പാട്ടിനെ ഇങ്ങനെ നല്ലതാക്കുന്ന എന്തിനേയും നമുക്ക് പറയാം നോട്ട്സ് എന്ന് പറയാം. നോട്ട് കേൾക്കണ്ട? നോട്ട്. ആ വാക്കിന് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം പറയാൻ പറ്റില്ല കേട്ടാ. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എഴുതിയെടുക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് എഴുതുന്ന നോട്ടല്ല. ഒരു പാട്ടിനെ ഭംഗിയാക്കാൻ അതിൽ ചിലപ്പോൾ ഒരുപാട് ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കും. വയലിൻ ഉപയോഗിക്കും, കീബോർഡ് ഉപയോഗിക്കും, ഗിറ്റാർ ഉപയോഗിക്കും, തബല ഉപയോഗിക്കും. അങ്ങനെ ഒരുപാട് സാധനം. ഇതെല്ലാം കൂടിക്കലർന്ന് ഒരു പ്രത്യേക രീതിയിൽ അത് അതിന്റെ ചേർച്ച വരുമ്പോഴാണ് നമ്മൾ അതിനെ നിന്ന് പറയാ അത് നല്ല പാട്ടാണ്. അതേപോലെയാണ് ഇവിടെ പറയാം ബ്ലെൻഡഡ് നോട്ട്സ്. നോക്ക, അപ്പോ ഞാനിതാ ആയിരക്കണക്കിന് നോട്ടുകൾ കൂട്ടിക്കലർന്ന, അതായത് ഒരു ഗാനം എന്നിവിടെ പറയുന്നില്ലെങ്കിലും എന്താ പറയാ, ഒരു പാട്ട് ഞാൻ ഇതാ കേൾക്കുന്നു. While I grew, I sat reclined. എപ്പോഴാ ഞാൻ ഈ പാട്ട് കേൾക്കണത്? എവിടെയാ? ഞാൻ ഇരിക്കുകയാണ് എവിടെ? നെഗ്രൂ, ഒരു പൂന്തോട്ടത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്താണ് ഈ മനോഹരമായ ആയിരക്കണക്കിന് ഈണങ്ങൾ, ശബ്ദങ്ങൾ കൂടിക്കലർന്ന ഈ മനോഹരമായ പാട്ട് ഞാൻ കേൾക്കുന്നത്. അതായത് സെയ്റ്റ് റീക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ആശ്വസിച്ചിരിക്കുക, അല്ലേ? നമ്മൾ പാർക്കിലൊക്കെ പോയിരിക്കാറില്ലേ? പാർക്കിലൊക്കെ പോവാറുണ്ടോ നിങ്ങള്? കൊറോണയ്ക്ക് മുന്നേ എന്തിനീ പാർക്കിൽ പോണത്? പാർക്കിൽ പോണത് എന്തിനാ? നമുക്കൊരു സന്തോഷം കിട്ടാൻ, അല്ലേ? ആശ്വസിക്കാൻ, അല്ലെ? സ്കൂളിൽ പോണ പോലെയാണോ പാർക്കിൽ പോവാ? സ്കൂളിൽ പോണ ലാഘവത്തിലാണോ പോവാ? സ്കൂളിൽ പോകുമ്പോ നിങ്ങൾ ആരെങ്കിലും പറയണ്ട ഹായ് ഇന്ന് സ്കൂളിൽ പോവാ, അങ്ങനെ പറയാറുണ്ടാ? അങ്ങനെ പറയാറ്. പരീക്ഷയ്ക്ക് പോകുമ്പോ പറയാറുണ്ട് തോന്നുന്നുണ്ട് ചില ആൾക്കാർ, ഹായ് പരീക്ഷയാണെന്ന് തോന്നുന്നത്. നോക്ക്, അപ്പോ ഞാൻ അങ്ങനെ ആശ്വസിച്ചിരിക്കുമ്പോഴാണ് ഈ പാട്ട് കേൾക്കുന്നത്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് when pleasant thoughts bring sad thoughts to the mind. അതായത് ആ മനോഹരമായ മൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അവസ്ഥേനല്ലേ സൂചിപ്പിക്കണത്? സന്തോഷം, അല്ലെങ്കിൽ എന്താ പറയാ, മനസ്സിനൊരു ഉല്ലാസം തോന്നുന്ന ആ അവസ്ഥയിൽ when pleasant thoughts, ആ നല്ല മനസ്സിന് ഉന്മേഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് എന്താണെന്ന് അറിയൂ? അത് അതിൽ പറയുന്നുണ്ട്, പ്ലസന്റ് തോട്ട്സ്. എന്താ അത്? നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചിന്തിക്കാറില്ലേ നല്ല കാര്യങ്ങള്? ഇല്ലേ? ഞാൻ തോറ്റാലും കുഴപ്പമില്ല, എൻ്റെ കൂട്ടുകാരൻ ജയിക്കാതിരുന്നാ മതി, അങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാറില്ലേ? എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അതല്ല പ്ലസന്റ് തോട്ട്. നമ്മളെപ്പോഴും നല്ല കാര്യങ്ങൾ, നമുക്കായാലും മറ്റുള്ളവർക്കായാലും നല്ലത് വരണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ നോക്കട്ട, പ്ലസന്റ് തോട്ട്, അങ്ങനെയുള്ള ചിന്തകള് നമ്മളില് നല്ല ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കും. ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. അപ്പോ
ഇവിടെ നല്ല ചിന്തകൾ എനിക്ക് പാർക്കിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇടയിൽ കൂടെ സങ്കടപ്പെടുത്തുന്ന ചില ചിന്തകളും മനസ്സിലേക്ക് വരുന്നു എന്നാ പറയുന്നത്. സാധാരണ പാർക്കിൽ നമ്മൾ പോയിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥ മാനസികമായിട്ട് നമ്മൾ നല്ല സന്തോഷത്തിലായിരിക്കും. ചില നേരത്ത് നമ്മള് ഇന്നിനിപ്പോ നാളെ വീണ്ടും സ്കൂളിൽ പോകണല്ലോ എന്ന് പെട്ടെന്നൊരു ചിന്ത നമുക്ക് വരുമ്പോ എന്ത് വരും? നമ്മളിങ്ങനെ പാർക്കിൽ പോയിരിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷത്തിലാ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നാളെ സ്കൂളിൽ പോകേണ്ട കാര്യം ആലോചിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? സന്തോഷം പോവും. അതന്നെ, സെയിം കാര്യം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോ സാഡ് തോട്ട്സ് അല്ലെ, സങ്കടം നിറഞ്ഞ ചിന്തകളും ഇടയിൽ വരുന്നു. ഇനി രണ്ടാമത്തെ സ്റ്റാൻസ് ആട്ടാ. ടു ഹെർ ഫെയർ വർക്ക്സ് did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. എന്താ പറയണത്? പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിലൊന്ന് ബന്ധിപ്പിക്കാൻ കേട്ടോ, അവിടെ താരതമ്യം ചെയ്യാട്ടാ. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. പ്രകൃതി എന്താ ചെയ്യണത്? എപ്പോഴും പ്രകൃതി നല്ലതാണ് ചെയ്യണത്. ഫെയർ വർക്ക്, അവളുടെ ജോലി അല്ലെങ്കിൽ അവള് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്ന, അവൾ എന്ന് പറയുന്നത് ആരെന്നെയാ? പ്രകൃതി. ചിന്തിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം എന്താ? നല്ല കാര്യങ്ങളാണ്. അതായത് പ്രകൃതി ഇവിടെ നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് ലിങ്ക് ദ ഹ്യൂമൻ സോൾ, ലിങ്ക് ദ ഹ്യൂമൻ സോൾ, മനുഷ്യന്റെ ആത്മാവിനെ ബന്ധിപ്പിക്കുന്നു അല്ലേ? പ്രകൃതി മനുഷ്യന്റെ ആത്മാവിനെ ബന്ധിപ്പിക്കുന്നു. അല്ലെങ്കിൽ ആത്മാവ്, സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം എന്നോ ആത്മാവ് എന്നൊക്കെ പറയാം. പ്രകൃതി മനുഷ്യന്റെ ആത്മാവിനെ അഥവാ ഹൃദയത്തിനെ പ്രകൃതിയോട് ചേർക്കുന്നു. മനോഹരമായ വർക്കുകളിലൂടെ, മനോഹരമായ പ്രവർത്തനങ്ങളിലൂടെ. അതായത് പ്രകൃതി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അതീവ മനോഹരമാണ്. ആ പ്രകൃതി ചെയ്യുന്ന വർക്കുകൾ നോക്കുന്ന ഒരു മനുഷ്യന് ഹൃദയം സന്തോഷപൂരിതമാകുമെന്നാ പറയുന്നത്. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഞാൻ പറയണോ? ഞാൻ പറയാം. കടപ്പുറത്ത് പോകാറുണ്ടോ നിങ്ങള്? കടപ്പുറത്ത് നമ്മൾ വൈകുന്നേരം നേരത്ത് പോവാ, സൂര്യ അസ്തമിക്കുന്ന സമയത്ത്. ആ സൂര്യ അസ്തമനം കാണുമ്പോൾ നമുക്ക് എന്താ തോന്നാറ്? സന്തോഷം എന്ന് മാത്രല്ല, നമുക്ക് ഭയങ്കരമായിട്ട് പ്രകൃതിയോടൊരു അടുപ്പം നമുക്ക് തോന്നും. സൂര്യാസ്തമനം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. അതാണ് സൂര്യാസ്തമനത്തിന്റെ പ്രത്യേകത. സൂര്യാസ്തമനം അതുപോലെ പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും എന്ന് വെച്ചാൽ സുനാമിയും ഭൂകമ്പം ഒന്നല്ല കേട്ടോ അവിടെ പറഞ്ഞത്, നല്ല കാര്യങ്ങളാണ്. കാതലും വരുന്നുള്ളൂ നോക്കുക. അപ്പോ ആ നല്ല കാര്യങ്ങള്, അതായത് പ്രകൃതി ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നാ പറയണത്. പക്ഷെ മനുഷ്യൻ, അത് നമ്മൾ ഇതിലേക്ക് വരുംട്ടാ. അപ്പോ അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ പ്രകൃതി ചെയ്യുന്നു. ആ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രകൃതിയോട് ഒരു ആത്മബന്ധം ഉണ്ടാക്കുന്നു എന്നാ പറയണത്. കേൾക്കണ്ട? ശക്തമായൊരു ബന്ധം നമുക്ക് പ്രകൃതിയോട് ഉണ്ടാവും അല്ലേ? കടപ്പുറത്ത് പോയിട്ട് ആ സൂര്യാസ്തമനം കാണുന്ന ഒരാൾക്ക് അല്ലേ, അതില് ലയിക്കുന്ന ഒരാൾക്ക് അത് വീണ്ടും വീണ്ടും ആ പ്രകൃതിയോടൊരു സ്നേഹം വരും എന്നാ പറയണത്. തോന്നാറുണ്ടോ നിങ്ങൾക്ക്? തോന്നും, തോന്നാതിരിക്കില്ല. പ്രകൃതിയോട് നമുക്ക് വലിയൊരു അടുപ്പം തോന്നും അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള മരങ്ങള്, പൂക്കള്, കിളികള്, ഇതിന്റെയൊക്കെ ശബ്ദവും അല്ലെ, ഒരു പൂ വിടരുന്നത് കണ്ട് വിടർന്നിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോഴുണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന സന്തോഷം അല്ലേ? അപ്പോ
ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റാൻ. ഇവിടെ എല്ലാ മനുഷ്യന്മാരുടെയും കാര്യം കവിക്ക് അറിയില്ല കേട്ടാ. കവിയുടെ കാര്യം പറയണത്. ആ സന്തോഷം അത് എന്നിൽ ഉണ്ട്, അല്ലെങ്കിൽ എന്നിലൂടെ. മനസ്സിലായ? ആ സന്തോഷം ഇതാ എന്നിലൂടെ ഒഴുകുന്നു. ത്രൂ മീ, എന്നിലൂടെ. റാൻ, ഓടുന്നു അല്ലെങ്കിൽ ഒഴുകുന്നു എന്നൊക്കെ പറയാം നമുക്ക്. ആ റാൻ വെക്കാനുള്ള കാരണം അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വരിയിൽ കണ്ട അവസാനം മാനാണ്. കണ്ട, ആ വരിയുടെ മുകളില് ലിങ്കാണ്, ആ വരിയുടെ താഴെ തിങ്കാണ്. ആ, ലിങ്ക് തിങ്ക്, റാൻ മാൻ. അപ്പൊ മാന് മാച്ച് ആവണ വിധത്തിലാണ് റാൻ ആക്കിയത് കേട്ടാ. ത്രൂ മീ റാൻ, ആ സന്തോഷം എന്നിലൂടെ ഒഴുകുന്നു എന്നാ പറയണത്. അതായത് പ്രകൃതിയുടെ പ്രത്യേകതയാണ്, പ്രകൃതി നല്ല മനോഹരമായ പ്രവർത്തനത്തിലൂടെ മനുഷ്യന്റെ മനസ്സിനെ പ്രകൃതിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അങ്ങനെ പ്രകൃതിയുമായിട്ട് ഞാൻ പൂർണ്ണമായും അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഞാൻ എവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നത്? ആ, പാർക്കില്. And much it grieved my heart to think what man has made of man. ഇപ്പൊ പ്രകൃതി മനുഷ്യന് വേണ്ടി ചെയ്യുന്നത് കണ്ടോ? മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്നു, മനോഹരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ പ്രകൃതിയുമായിട്ട് അടുപ്പിക്കുന്നു. പക്ഷെ മനുഷ്യൻ എന്താ ചെയ്യണത്? മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യണത്? മനുഷ്യന് വേണ്ടി എന്താ ചെയ്യണത്? എന്തേലും ചെയ്യണ്ട. ആ, പ്രകൃതിയെ നശിപ്പിക്കും. പോട്ടെ, പ്രകൃതിനെ നശിപ്പിക്കുന്നത് പോട്ടെ, മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുന്നു? മനുഷ്യന് വേണ്ടി ഒന്നും ചെയ്യണില്ല. അതാലോചിക്കുമ്പോൾ and much it grieved my heart, എൻ്റെ ഹൃദയത്തിനെ ഇത് വല്ലാതെ ദുഃഖപ്പെടുത്തുന്നു, ദുഃഖിപ്പിക്കുന്നു, വിഷമിപ്പിക്കുന്നു. ഗ്രീവ് എന്ന് പറഞ്ഞ ദുഃഖം. എന്താലോചിക്കുമ്പോഴാ എനിക്ക് ആ ദുഃഖം വരുന്നത്? മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ, ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനെ അത് വളരെയധികം ദുഃഖിപ്പിക്കുന്നു. അപ്പൊ ആരാ നല്ലത്? മനുഷ്യനാണോ പ്രകൃതിയാണോ? ആരാ നല്ലത്? പ്രകൃതി. ആ, പ്രകൃതി. നിങ്ങളൊക്കെ പൊട്ടയപ്പോ സമ്മതിച്ചു, ശരി. ത്രൂ എന്താണ്? പ്രൈംറോസ് tufts in that green bower, the periwinkle trailed its wreaths, and this my faith that every flower enjoys the air it breathes. അപ്പോ ഇവിടെ കവിനി ഓരോ കാര്യങ്ങൾ, പ്രകൃതിയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് പറയാണ് കേട്ടോ. ത്രൂ ദ primrose tuft in that green bower, the periwinkle trailed its wreath. അതായത് ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് പറയുന്നത്? പ്രിംറോസ് ടഫ്റ്റ്, പിന്നെന്താ ഗ്രീൻ ബോവർ, പിന്നെ പെരിവിങ്കിൾ. ഇതെന്താ സാധനം? പ്രിംറോസ് എന്ന് പറയുന്നത് ഒരു തരം പൂവാണ്, പൂക്കളാണ്. റോസ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? റോസാപ്പൂവ്. ആ, അതിൻ്റെ ഒരു വകഭേദം ആണെന്ന് തോന്നുന്നു. പ്രിംറോസ് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ പെരിവിങ്കിൾ എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള ഒരു പൂക്കളാണത്. പെരിവിങ്കിൾ പൂവിന്റെ പേരാണ് പെരിവിങ്കിൾ. മനസ്സിലായ? അപ്പോ ഇൻ ദാറ്റ് ഗ്രീൻ ബവർ എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിലുള്ള, അതായത് ആകെ പച്ചപ്പാണ് അവിടെ. ആ പച്ചപ്പിൽ പ്രിംറോസ് പൂക്കളും അതുപോലെ പെരിവിങ്കിൾ പൂക്കളും, പ്രിംറോസ് പൂക്കളും പെരിവിങ്കിൾ പൂക്കളും
മനസ്സിലായോ? പ്രിംറോസ് എന്ന് പറയുന്നത് ഒരു പക്ഷെ ചുവന്ന പൂക്കളായിരിക്കാം. നിറം നമുക്കറിയില്ല, നിറം ഇവിടെ തന്നിട്ടില്ല. എന്തായാലും ആ ആ എവിടെ പുറകിലാണോ? എന്റെ അമ്മയെ 39ാമത്തെ പേജിൽ കണ്ടില്ലേ? യെല്ലോ ആണോ? യെല്ലോ മഞ്ഞ നിറാണ് അല്ലേ? മറ്റേ പെരുവിങ്കിളോ? അത് നീലല്ലേ? ആ ബ്ലൂ. പെരുവിങ്കിൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഈ അലങ്കാര പൂക്കളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് ചെറിയ ചെറിയ പൂക്കളാണ്. മറ്റേത് അതെ, ഈ പ്രിംറോസ് എന്ന് പറയുന്നത് അതെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. എനിക്ക് തോന്നണത് ഇതില് ഉണ്ടാവും. ഈ നമ്മുടെ ചിത്രം നോക്കി നോക്കിയേ, ഇവിടെ ഇയാൾ വന്നിരിക്കുന്ന ചിത്രം കണ്ട, ഇതിലുണ്ട്. ഇത് കണ്ട, ഇതിൽ ഈ പ്രദേശത്ത് മഞ്ഞയും പിന്നെ നീലയാണ് കാണുന്നത്. ഇതിൽ കാണുന്നത് ഈ മഞ്ഞ പൂക്കളാണ് പെരുവിങ്കിൾ, അല്ല പ്രിംറോസ്. മറ്റത് നീല. ഇവിടെ എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഇല്ലാണ്, ഞാനിപ്പോ ടെക്സ്റ്റ് വെച്ചിട്ടാണ് ഇപ്പൊ വായിക്കുന്നത്. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഇല്ല. ഇംഗ്ലീഷ് ടെക്സ്റ്റ് 2 ബുക്കുണ്ട് ആരുടെയും കയ്യില് വീട്ടില്? ഇല്ല അല്ലേ? ആ സാറില്ലേ, പോട്ടെ. ആരാ? എനിക്കതൊന്ന് കൊണ്ടുവന്നിരുമോ ട്യൂഷൻ ക്ലാസ്സിന്റെ അവിടേക്ക്? ഞാൻ മിക്കവാറും നാളെ ഉണ്ടാവും അവിടെ, നാളെ ഉച്ചയ്ക്ക് ശേഷം. ഞാൻ പറയാം, ഗ്രൂപ്പിലിടാം. 9ന്റെ വേണം, 9ന്റെ കിട്ടിയാലും വേണം. ആ മലയാളം മീഡിയം അത് വേണം കേട്ടോ. അപ്പൊ അതെന്നാ കിട്ടുക നമുക്ക്? അതെയാ, മാഷാ വഴിക്ക് വന്നാൽ മതിയാ? നാളെ വഴിക്ക് വരാം കേട്ടോ, വിളിച്ചിട്ട് വരാം കേട്ടാ. 9ന്റെ ബുക്കൊക്കെ ഞാൻ എന്നിട്ട് ഇപ്പൊ പ്രിന്റ് എടുക്കുക ഓരോ പാടായിട്ട് നോക്കാം. അപ്പൊ ഇത് വായിക്കാം കേട്ടാ. ഇതിപ്പോ എന്തായാലും കളറിന്റെ കാര്യത്തിലൊരു ആശയക്കുഴപ്പമുള്ള, അത് മാറിയില്ലേ? മഞ്ഞ കളറാണ് പ്രിംറോസ്, മറ്റേ ഗ്രീൻ ബവർ, അതായത് പച്ച തട്ട്, അതായത് പച്ച പരവതാനി വിരിച്ച പോലത്തെ ഒരു പ്രദേശം. ആ പ്രദേശത്ത് പ്രിംറോസുകളും പെരുവിങ്കിളും നിറഞ്ഞു നിൽക്കുകയാണ്. അത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്? ഇറ്റ്സ് റീത്ത്. എന്താ റീത്ത്? റീത്ത് കണ്ടിട്ടില്ലേ നിങ്ങള്? ആ റീത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടില് മരിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് അവരുടെ മരിച്ച ആളുടെ മീതെ കൊണ്ടുപോയി വെക്കും നമ്മൾ അല്ലേ? സാധനമാണ്. അതായത് വേറൊന്നല്ല, ഒരു അലങ്കാരം, പൂക്കൾ കൊണ്ടുള്ള ഒരു അലങ്കാരം, അത്രേ ഉള്ളൂ അതിന്റെ അർത്ഥം. മനസ്സിലായ? നിത്യകല്യാണി അതന്നെ, നമ്മൾ ഈ സ്റ്റേജ് വർക്കിനും ഉപയോഗിക്കും ആ സാധനം. എവിടെ? നിന്റെ വീട്ടിലുണ്ടാ? അതെ, വെരി ഗുഡ്. നിത്യകല്യാണി എന്നൊന്നും പറഞ്ഞാൽ നമുക്കറിയില്ല, അത് നമ്മൾ പറയുമ്പോൾ ഇത് ഈ നമ്മുടെ വേർഡ്സ് വർത്ത് പെരുവിങ്കിൾ എന്ന് പറഞ്ഞു, നമ്മൾ അതന്നെ പറയും. പേര് നിങ്ങൾ അന്വേഷിച്ച് പോകണ്ടാ, പേര് ഇത് ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി പേര്. ഇനി നിത്യകല്യാണി എന്നൊന്നും പഠിക്കാൻ നിൽക്കണ്ട, അവസാനം അത് മാത്രം ഓർമ്മ ഉണ്ടാവുള്ളൂ, പെരുവിങ്കിൾ ഓർമ്മ ഉണ്ടാവില്ല. എന്നിട്ട് പരീക്ഷയ്ക്ക് നിത്യകല്യാണി പിന്നെ മറ്റേ കല്യാണി നിൽക്കണമെന്നൊക്കെ പറയേണ്ടി വരും നമ്മള്. ഇത് പഠിച്ചാൽ മതി കേട്ടാ, പെരുവിങ്കിൾ പിന്നെ പ്രിംറോസ് എന്നാണ് പറയുന്നത്. പ്രിംറോസ്, പ്രൈം അല്ല, പ്രിമാണ് ശരിക്കത്. ഇനി and this my faith that every flower enjoys the air it breathes.
നോക്കൂട്ടാ, ഇനി ദിസ്, ഇത് മൈ ഫെയ്ത്ത്, അതായത് എൻ്റെ വിശ്വാസം, എൻ്റെ വിശ്വാസമാണിത്. എന്താണ് എൻ്റെ വിശ്വാസം? ദാറ്റ് എവറി ഫ്ലവർ, ഓരോ പൂവും, എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്, ഓരോ പൂവും അത് ശ്വസിക്കുന്ന വായു ആസ്വദിക്കുന്നു എന്നാ പറയണത്. ഓരോ പൂവും അത് ശ്വസിക്കുന്ന വായു ആസ്വദിക്കുന്നു. എൻജോയ്സ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെയാണ് ഓരോ പൂക്കളുടെയും ഓരോ നിമിഷവും കടന്നു പോകുന്നത്. അതെന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഓരോ പൂക്കളും വളരെ സന്തോഷത്തിലാണ് അത്ര കഴിയണത്. അതെങ്ങനെ നമുക്കറിയാം പൂക്കൾ സന്തോഷത്തിലാണെന്ന്? അല്ല, ഈ വിരിഞ്ഞിട്ടുണ്ടാവുന്ന സാധനമാണ് പൂവ്, അതെനിക്കറിയാം. പക്ഷേ ഈ പൂക്കൾക്ക് സന്തോഷമുണ്ട് എന്ന് പറയാൻ കവി പറയുന്നതിന്റെ കാരണം എന്തായിരിക്കാം? കവിയുടെ ധാരണയാവുന്ന അല്ല, ഈ പൂക്കൾക്ക് സന്തോഷാവും എന്ന് പറയുന്നതിനൊരു കാരണമില്ലേ? പൂക്കള് മാത്രമല്ലല്ലോ പ്രകൃതിയില്, വേറെ കുറെ സാധനങ്ങളില്ലേ? ഇപ്പോ നമ്മൾ പറയുന്നു ഒരു നായ അല്ലെങ്കിൽ ഒരു പട്ടി അല്ലെങ്കിൽ ഒരു പൂച്ച ഇതൊക്കെ ഓടുന്നു ചാടുന്നു, അപ്പൊ അത് സന്തോഷം, എപ്പോഴും സന്തോഷത്തിലാണെന്ന് നമ്മൾ പറയൂ? ഇല്ല. പക്ഷെ പൂക്കൾ എപ്പോഴും സന്തോഷത്തിലാണ്. അതാണ് ഇവിടെ കവി പറഞ്ഞു വെക്കണം. അതാണ് അത് ശ്വസിക്കുന്ന ഓരോ വായുവും വളരെ സന്തോഷത്തോടെയാണ് അത് എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ശ്വസിക്കാതെ കുറച്ചു നേരം ഇരിക്കണ്ടോ? നമുക്കിരിക്കാൻ പറ്റുമോ? ശ്വസിക്കുന്ന ഓരോ നിമിഷത്തിലും സന്തോഷത്തിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ സന്തോഷത്തിൽ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? നിങ്ങൾ ശ്വസിക്കുന്ന വായു, ഓരോ വായുവും, അതായത് നിങ്ങൾ ശ്വസിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ സന്തോഷത്തോടെയാണ് ശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ നിങ്ങൾക്ക് കരയാൻ നേരണ്ട, ഇല്ല. അപ്പൊ ഇവിടെ മനുഷ്യന്മാരോ മൃഗങ്ങളോ അല്ല പറഞ്ഞത്, പൂക്കൾ എല്ലായ്പ്പോഴും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്നാണ് ഇപ്പൊ നമ്മൾക്ക് ഈ വരി വായിച്ചാൽ മനസ്സിലാവുക. എന്തായിരിക്കും പൂക്കളെ അങ്ങനെ എടുത്ത് പറയാനുള്ള കാരണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പൂ കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാറ്റം, ഒരു വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂ കണ്ടാൽ കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ? മണപ്പിക്കും. അല്ല, കണ്ടു കുറച്ച് അകലെന്നാണ് കാണുന്നത്, അപ്പൊ എന്ത് ചെയ്യും? ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു തോന്നൽ എന്താണ്? അതായത് ഒരു വികാരം, സന്തോഷം. അതാണ് ഞാൻ പറഞ്ഞത്. അതെന്താ കാരണം? അതന്നെ, ഭംഗി, അല്ലേ? ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന പൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പൂവ് ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നതിന് തുല്യമാണ്. വിരിഞ്ഞു നിൽക്കുന്ന പൂവും, ഒരു പൂവ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ പൂവ്, അല്ലേ, നമ്മള് ചിരിച്ചു നിൽക്കുന്നതിന് തുല്യ. കാരണം നിങ്ങളെ ഇപ്പൊ ഒരാള് നിങ്ങളോട് നോക്കി ചിരിക്കുക എന്ന് വിചാരിച്ചോ, നിങ്ങൾക്കും സ്വാഭാവികമായിട്ടും ഒരു ചിരി വരില്ലേ അയാളോട്? അതായത് നമ്മളെ കാണുമ്പോ ഒരാൾ സന്തോഷിക്കുന്നു, അപ്പൊ അയാളെ കാണുമ്പോൾ നമുക്ക് എന്ത് വരും? സന്തോഷം ഉണ്ടാവും. ഇത് തന്നെയാണ് പൂക്കളെ കാണുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുന്നത്. പൂക്കളെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. കാരണം പൂക്കൾ എല്ലായ്പ്പോഴും അതിന്റെ പൂക്കൾ, വിരിഞ്ഞ പൂവ് എന്ന് പറഞ്ഞാൽ അത് ചിരിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ പോലെയാണ്, ചിരിച്ചു നിൽക്കുന്ന ജീവിയെ പോലെയാണ്. അപ്പൊ വിരിഞ്ഞ പൂവ് എന്ന് പറഞ്ഞാൽ ശരിക്ക് സന്തോഷത്തിലാണ്. ചിരിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന ആൾക്കാരാണല്ലോ, അല്ലേ? നമുക്ക് വളരെയധികം ദുഃഖം വരുമ്പോ നമ്മൾ ചിരിക്കുവോ? ഇല്ല. നമ്മൾ വേണമെങ്കിൽ ഒന്ന് ഒപ്പിക്കുകയൊക്കെ ചെയ്യും, അല്ലേ? പക്ഷെ ആ ചിരി നമുക്ക് കണ്ടറിയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുഖത്തൊരു ചിരി ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷത്തിലാണെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ഇവിടെ പൂവിനെയും സന്തോഷത്തിലാണെന്ന് പറയുന്നതിന്റെ കാരണം. പൂ എന്ന് പറയുന്നത് ഏതൊരാൾക്കും സന്തോഷം കൊടുക്കുന്ന ഒരു വസ്തുവാണ്. സന്തോഷമുള്ള ഒരാൾക്കേ സന്തോഷം കൊടുക്കാൻ പറ്റുള്ളൂ വേറൊരാൾ. കേൾക്കണ്ട?
നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്കും എന്തു കൊടുക്കാൻ പറ്റും? സന്തോഷം കൊടുക്കാൻ പറ്റും. നിങ്ങൾ ഒരാളോട് ചിരിച്ച് സ്നേഹത്തോടെ പെരുമാറുന്നു എങ്കിൽ എന്താ, അയാൾ നിങ്ങളോട് തിരിച്ച് അതേപോലെ പെരുമാറും. കേൾക്കണ്ട, എന്ന് കഴുതിയിട്ട് റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരോട് മുഴുവനും ചിരിച്ച് സ്നേഹത്തോടെ പെരുമാറാൻ നിൽക്കണ്ടാട്ടാ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ എന്താണ്? നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരോടാണ് ഈ പറയണത്. ഓക്കെ, ദ ബേർഡ്സ്. അപ്പൊ ഇവിടെ പറയുന്നു, അപ്പൊ പൂക്കളുടെ കഥയാണ് ഇപ്പൊ പറഞ്ഞത്. എന്റെ വിശ്വാസം, പൂക്കൾ ഓരോ നിമിഷവും എന്താ, അവര് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നാണ്. ഇനി the birds around me hoped and played, their thought I cannot measure, but the least motion which they made, it seemed a thrill of pleasure. എന്താ പറയണത്? ബേർഡ്സ്. അടുത്തത് ഇതാ ബേർഡ്സിന് എടുത്തു. ആരാ ബേർഡ്സ്? നോക്കൂ, അറൗണ്ട് മീ, എനിക്ക് ചുറ്റുമുള്ള കിളികൾ. ഞാൻ പാർക്കിലാണ് ഇരിക്കുന്നത്, എനിക്ക് ചുറ്റും പൂക്കളുണ്ട്, അത് പറഞ്ഞു. ഇനി കിളികളുണ്ട്. ആ കിളികൾ എന്താ ചെയ്യണത്? ഹോപ്പ്ഡ് എന്ന് പറഞ്ഞാൽ ഈ മൈന പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾ പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു അല്ലേ? ആ മറ്റേ അതന്നെ എനിക്ക് അതിന്റെ പേര് ഓർമ്മ വരില്ല. അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ. മൈന നടക്കണത് എങ്ങനെയാ? ഇങ്ങനെ ശരിക്കും കാലിങ്ങനെ ഇങ്ങനെ വെച്ച് നടക്കുമോ? ചാടിയിട്ട് നടക്കുക. അതന്നെ ചാടിയിട്ട് നടക്കുക. സാധാരണ കോഴിയൊക്കെ നടക്കുമ്പോ എങ്ങനെ നടക്കാൻ ഇങ്ങനെ ശരിക്കും രണ്ട് കാലും ഇങ്ങനെ നമ്മൾ മനുഷ്യന്മാർ നടക്കണ പോലെ ലെഫ്റ്റ് റൈറ്റ് വെച്ച് നടക്കും. പക്ഷെ മൈന നടക്കുമ്പോ അങ്ങനെയല്ല. രണ്ട് സ്റ്റെപ്പൊക്കെ നടക്കുമ്പോ ചിലപ്പോ ഇങ്ങനെ നടക്കൂട്ടാ. കുറച്ചധികം ദൂരം പോവാണ്ടെങ്കിൽ മൈന ഇങ്ങനെ ചാടിയിട്ട പോവാ. അതാണ് ഹോപ്പ്ഡ് അല്ലേ? അതായത് കിളികള് നമ്മൾ പറയാ അതിനെ തത്തിക്കളിക്കുക എന്ന് പറയും മലയാളത്തിൽ. വേണമെങ്കിൽ തത്തിക്കളിക്കുക. കേട്ടിട്ടുണ്ടാ? തത്തിക്കളിച്ചും അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് തന്നെ ഉണ്ട്. നോക്കാം, തത്തിക്കളിക്കുക. ആൻഡ് പ്ലേഡ്, അതായത് അവരിങ്ങനെ ചാടി നടക്കുന്നു, അവരെന്ത് ചെയ്യുന്നു? കളിക്കുന്നു. ഒരു മിനിറ്റ് കേട്ടാ, ഏതനാണല്ലോ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ എനിക്ക് ചുറ്റുമുള്ള കിളികൾ എന്ത് ചെയ്യുന്നു? ചാടുന്നു, കളിക്കുന്നു, തത്തിക്കളിക്കുന്നു, പിന്നെ കളിക്കുന്നു. Their thoughts I cannot measure. പക്ഷികളുടെ ചിന്തകളെ എനിക്ക് അളക്കാൻ സാധിക്കില്ല. പക്ഷികൾ എന്താ വിചാരിക്കണമെന്ന് എനിക്കറിയില്ല. But the least motion which they made, it seemed a thrill of pleasure. എന്താ പറയണത്? പക്ഷികളുടെ ചിന്ത, മനസ്സ്, അതെനിക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷേ ദ ലീസ്റ്റ് മോഷൻ, ഏറ്റവും ചെറിയ ചലനം പോലും, അതായത് പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കളിക്കുക എന്ന് പറഞ്ഞില്ലേ, ആ ചെറിയ ചലനം പോലും, ദാറ്റ് ദേ മെയ്ഡ്, അവര് നടത്തുന്ന ആ ചെറിയ ചലനം പോലും എന്തായിട്ടാ കാണുന്നത്? സീംഡ് എ ത്രിൽ ഓഫ് പ്ലഷർ, അല്ലേ? സന്തോഷം അല്ലേ? അതിന് ഞാൻ കാണുന്നത് എന്താണെന്ന് പറയുന്നത്? ത്രിൽ ഓഫ് പ്ലഷർ അല്ലേ? സന്തോഷമാണ്. അവയിൽ നിറയെ, അവയുടെ മനസ്സിലും എന്താണ്? നിറയെ സന്തോഷമാണ്. നേരത്തെ പൂക്കളുടെ കാര്യം പറഞ്ഞു. പൂക്കളെ കാണുമ്പോൾ തന്നെ കവിക്ക് മനസ്സിലായി അവയ്ക്ക് എപ്പോഴും സന്തോഷമാണ്. അതിൻ്റെ മനസ്സിൽ നിറയെ സന്തോഷമാണ്. കാണുമ്പോൾ തന്നെ അറിയാം, പൂക്കളെ കാണുമ്പോൾ തന്നെ അറിയുന്നു. പക്ഷെ പക്ഷികൾ അങ്ങനെയല്ല. കാണുമ്പോൾ എനിക്കറിയാൻ എന്നുവെച്ചാൽ അവയുടെ മനസ്സിന്റെ അകത്തേക്ക് കയറി പരിശോധിക്കാൻ പറ്റില്ല. പക്ഷെ അവയുടെ ചലനം കാണുമ്പോൾ എനിക്കറിയാം എന്താണ്, അവ വളരെ സന്തോഷത്തോടെയാണ് എന്താണ് പ്രകൃതിയിൽ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. ഓക്കെ, ഈ പറഞ്ഞ മനസ്സിലായി? ഓക്കെ. The budding twigs spread out their fan to catch the breezy air, and I must think, do all I can, that there was pleasure there. ഇനി the budding twigs,
ട്വിഗ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ട്വിഗ്സ് നാമ്പ്. നാമ്പ് വെച്ചാല് ചുള്ളിക്കമ്പ് എന്നൊക്കെ പറയില്ലേ നമ്മള്. ചെറിയ കൊമ്പുകൾ, മരത്തിന്റെ ചെറിയ കൊമ്പുകൾ. അത് ഒന്നും കൂടി അവർ പറയുന്നുണ്ട്, ബഡ്ഡിങ്. ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ പുതിയ മുകുളങ്ങൾ വരുന്ന കൊമ്പുകൾ അല്ലെ? മാവിന്റെ ഒക്കെ കൊമ്പ് ഇങ്ങനെ പുതിയ ഇലകളൊക്കെ, തളിരിലകളൊക്കെ ഇങ്ങനെ വരില്ലേ? തളിർനാമ്പുകൾ. അതന്നെ ബഡ്ഡിങ് ട്രീസ്. അത് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ. നോക്ക, അവ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. വിരിഞ്ഞു നിൽക്കുകയാണ്. സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ. നല്ല കാറ്റു കൊള്ളാൻ എന്ന വിധത്തിൽ. അതായത് അതിന്റെ അടിയിൽ പറയുന്നുണ്ട് ടു ക്യാച്ച് ദ ബ്രീസി എയർ. ബ്രീസി, ബ്രീസ് എന്ന് പറഞ്ഞാൽ തന്നെ കാറ്റാണ്. എയർ എന്നും പറയുന്നുണ്ട്. നല്ല ബ്രീസി എന്ന് പറയുന്നത് ശരിക്ക് സുഗന്ധം നിറഞ്ഞ കാറ്റാണ് ബ്രീസ് എന്ന് പറയുന്നത്. ഒരു സോപ്പിന്റെ പേരുണ്ട്, കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? സുഗന്ധം നിറഞ്ഞ ഇളം കാറ്റിനെയാണ് ബ്രീസ് എന്ന് പറയുന്നത്. നല്ല സുഗന്ധം നിറഞ്ഞത്. അപ്പൊ നമ്മള് ചില നേരത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല കാറ്റൊക്കെ ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ വീശും. അപ്പൊ നല്ലൊരു മണമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയും, ഓ ഇറ്റ്സ് എ ബ്രീസ്. അതാണ് ബ്രീസ്. അപ്പോ ബ്രീസി എയർ എന്ന് വെച്ചാൽ ആ സുഗന്ധം നിറഞ്ഞ കാറ്റിനെ പിടിക്കാൻ എന്ന പോലെ ഈ കമ്പുകൾ, ചുള്ളിക്കമ്പ് എന്ന് പറഞ്ഞാൽ പച്ചപ്പുള്ളത് കേട്ടാ. പച്ച നിറഞ്ഞ, അതായത് തളിരിട്ട എന്താ കൊമ്പുകൾ അല്ലെ, മരത്തിന്റെ ചില്ലകൾ. അതിങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്, മരത്തിൽ നിന്ന് വിരിഞ്ഞു നിൽക്കുകയാണ്. അതായത് അവ വിരിഞ്ഞു നിൽക്കുന്നത് എന്തിനാ? കാറ്റ് കൊള്ളാൻ, കാറ്റ് പിടിക്കാൻ എന്നാ പറയണത്. ആ കാറ്റിനെ അവർ പിടിച്ചെടുക്കുകയാണ്. അപ്പോ പൂക്കള് ഓരോ സെക്കൻഡിലും, അതായത് ഓരോ ശ്വാസവും സന്തോഷത്തോടെ അവരെടുക്കുമ്പോൾ, അതേപോലെ കിളികൾ അവരുടെ പെരുമാറ്റത്തിന് വളരെയധികം സന്തോഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുമ്പോൾ, നല്ല ഇളം കാറ്റ് പിടിക്കാനായിട്ട് എന്താണെന്നാ പറയണത്? മരത്തിന്റെ കൊമ്പുകൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പരന്നു നിൽക്കുന്നു. ആൻഡ് ഐ മസ്റ്റ് തിങ്ക്, ഡു ഓൾ ഐ ക്യാൻ, that there was pleasure there. അപ്പോ നോക്കുക, ഐ മസ്റ്റ് തിങ്ക്, ഞാൻ തീർച്ചയായും ഞാൻ ചിന്തിക്കുന്നു. ഡു ഓൾ ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് ഞാൻ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്തുണ്ടാവണം? that there was pleasure there. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഓരോ കാര്യവും ഞാൻ ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇവിടെ എന്തുണ്ടാവണം? അതായത് എന്റെ പ്രവൃത്തി എന്താവണം? സന്തോഷമുള്ളതാകുന്ന വിധത്തിലുള്ളതായിരിക്കണം. കേൾക്കണ്ട? നോക്കൂ, അപ്പോ ഇവിടെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ വാചകം വേറെ തരത്തിലും കൂടി പറയാട്ട. ഇപ്പൊ ഈ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്തൊക്കെയാ? ഒന്ന് പൂക്കളുടെ കാര്യം പറഞ്ഞു, മറ്റൊന്ന് കിളികളുടെ കാര്യം പറഞ്ഞു, ഇതാ മരത്തിന്റെ കൊമ്പുകളുടെ കാര്യം പറഞ്ഞു. കേൾക്കണ്ട? അങ്ങനെ ഈ മരത്തിന്റെ ഇവരെല്ലാം ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്. നല്ല കാര്യങ്ങളാണ്. ഈ നല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവരൊക്കെ ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ചെയ്തുകൂടാ? അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ ലാസ്റ്റ് വരണത് അല്ലേ? പൂക്കൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, കിളികൾ നല്ല കാര്യം ചെയ്യുന്നു, മരത്തിന്റെ കൊമ്പ് വരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അവരൊക്കെ വളരെ സന്തോഷത്തോടെയാണ് അതെല്ലാം ചെയ്യുന്നത് അല്ലേ? ആൻഡ് ഐ മസ്റ്റ് തിങ്ക്, ഡു ഓൾ ഐ ക്യാൻ. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ചിന്തിക്കണം. ഞാൻ തീർച്ചയായും ചിന്തിക്കണം. ആര് ചിന്തിക്കണം? കേട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ? ആര് ചിന്തിക്കണം?
ആര് ചിന്തിക്കണം? പറയൂ. ആര്? വില്യം വേർഡ്സ്വർത്ത് ചിന്തിക്കണം എന്നാണോ പറയണത്? വില്യം വേർഡ്സ്വർത്ത് ഇതൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയണത് വെച്ചാൽ വില്യം വേർഡ്സ്വർത്ത് മാത്രം ചിന്തിക്കണം എന്നല്ല പറയണത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഡു ഓൾ, എല്ലാം ചെയ്യുക. എന്ത്? ഐ ക്യാൻ, നമുക്ക് ചെയ്യാവുന്നത്. ഇനിയോ ദാറ്റ് ദേർ, അങ്ങനെ ചെയ്യുന്നതിലൂടെ വാസ് പ്ലഷർ ദേർ, അങ്ങനെ ചെയ്യുന്നതിലൂടെ അവിടെ എന്ത് വരണം? സന്തോഷം. അപ്പോ പൂക്കള് പ്രകൃതിയിൽ സന്തോഷം നൽകുന്നു, കിളികള് പ്രകൃതിയിൽ സന്തോഷം നൽകുന്നു, അതേപോലെ മരത്തിന്റെ കൊമ്പുകൾ വരെ പ്രകൃതിയിൽ സന്തോഷം നൽകുന്നു. ഇവിടെ സന്തോഷം നൽകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാത്? മനുഷ്യൻ. ഇനി if this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? നോക്കടാ, ഇവിടെ പ്രകൃതി ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുണ്ട്. ആരാണ് അയാൾ? ദൈവം അല്ലേ? ദൈവം. എല്ലാവരും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ദൈവം. നോക്ക, ഇവിടെ ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. അതൊരു വിശ്വാസമാണ്. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? നിങ്ങളോടാണ് ചോദിക്കണത് കേട്ടാ. നിങ്ങൾക്കുണ്ടോ? ഇതെല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ് എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ ഇല്ലേ? വേം പറയും. ഉണ്ടാ? ഉണ്ടെങ്കിൽ ഇത് കേൾക്കുക നിങ്ങള്. ഇഫ് അങ്ങനെ ഉണ്ടെങ്കിൽ, എന്തുണ്ടെങ്കിൽ? this belief from heaven be sent, if such be nature's holy plan. അതായത് ഈ പ്രകൃതിയെ, ആരുടെ ഒരു മൈക്ക് ഓഫ് ആക്കണല്ലോ, മൈക്കൊന്ന് ഓഫ് ആക്കിയേ. ഒരു ശബ്ദം വരില്ല. നോക്കൂ, അതായത് ഇത് പ്രകൃതിയിൽ നിന്നുള്ളതാണ്. ഇത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സ്വർഗമാണ്, അല്ലെങ്കിൽ ദൈവമാണ്. ഈ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ളത് ദൈവമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെതാണ്, സ്വർഗം തന്നെയാണ്. പ്രകൃതി ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇഫ് അല്ലെ, സച്ച് ബി നേച്ചേഴ്സ് ഹോളി പ്ലാൻ, പ്രകൃതിയുടെ ഈ പദ്ധതി മനസ്സിലായോ? അത് എന്ത് പ്ലാൻ ആണെന്ന് പറയുന്നത്? ഹോളി പ്ലാൻ എന്ന് വെച്ചാൽ ദൈവം ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവകൽപ്പനയാണ്, ദൈവം ചെയ്തതാണ്. അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നോക്ക, have I not reason to lament what man has made for man? അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, ശ്രദ്ധിക്കട്ടെ, ഈ വരി ഇത്തിരി പശക. നോക്ക, എന്താ പറയണത്? have I not reason to lament, have I not reason to lament. ലാമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് നഷ്ടബോധം തോന്നുന്നൊക്കെ പറയുന്നു. നിരാശ. യെസ്, അതന്നെ, നിരാശ. അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ, ഈ പൂക്കളെ സൃഷ്ടിച്ചത് ദൈവം, ഈ കിളികളെ സൃഷ്ടിച്ചത് ദൈവം, ഈ മരത്തിനെ സൃഷ്ടിച്ചത് ദൈവം. അങ്ങനെ ഓരോന്നും ഇതെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിൽ, മനുഷ്യനെ സൃഷ്ടിച്ചതും ആരാകുന്നു? ദൈവം. ശരിയല്ലേ? ഉറപ്പല്ലേ? എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? മനുഷ്യൻ എങ്ങനെയായി? അതാണ് ചോദ്യം.
എനിക്ക് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി കേട്ടാ, എന്നിട്ട് പോയാൽ മതി. എന്നിട്ട് എന്താ ഈ മനുഷ്യൻ മാത്രം എങ്ങനെ? ആരുടെ തകരാറ് ഇപ്പോ? ദൈവത്തിന്റെ ആണോ മനുഷ്യന്റെ ആണോ? മനുഷ്യന്റെ തകരാറ്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണല്ലോ. ആ, അപ്പൊ അത് നേരെ ചൊവ്വേണ്ടി സൃഷ്ടിച്ചൂടെ? മാഷ് വെറുതെ ചോദിക്കണതാട്ടാ. അപ്പൊ ഇവിടെ നമ്മുടെ വേർഡ്സ് വർത്ത് പറയണം, ഹാവ് ഐ നോട്ട് റീസൺ ടു ലാമെന്റ്. അതായത് എനിക്ക് നഷ്ടബോധം തോന്നേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ തോന്നേണ്ടതുണ്ടോ? എന്ത്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അതായത് മനുഷ്യന് വേണ്ടി എന്ത് ചെയ്തു? മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ മനുഷ്യൻ പ്രകൃതിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? മനസ്സിലായോ? മനുഷ്യന് വേണ്ടി എന്ത് ചെയ്യുന്നു? മനുഷ്യൻ പ്രകൃതിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇവിടെ ഓഫ് മാൻ എന്ന് പറഞ്ഞാലും ഫോർ മാൻ എന്ന് വെക്കാം വേണമെങ്കിൽ. നമുക്ക് ഫോർ മാൻ എന്ന് പറയായിരിക്കും നമുക്ക് പറയാം എളുപ്പം. മനസ്സിലായോ? ഒരു മനുഷ്യന് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ട് മനുഷ്യന് എന്തുണ്ടാക്കി? മനുഷ്യനെ കൊണ്ട് മനുഷ്യന് എന്ന് പറഞ്ഞാൽ പ്രകൃതിക്ക്. നോക്കൂ, നിങ്ങള് പൂക്കളുടെ കാര്യം പറഞ്ഞു, കിളികളുടെ കാര്യം പറഞ്ഞു, ചെടികളുടെ കാര്യം പറഞ്ഞു. ഈ 3 സാധനങ്ങളും മനുഷ്യന് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്യുന്ന സാധനങ്ങളാണ്. മനുഷ്യന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളാണല്ലോ ഇതൊക്കെ ആസ്വദിക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള മറ്റു മനുഷ്യന്മാർ എന്തുപകാരമാണ് ചെയ്യുന്നത്? എന്താ ചെയ്യണത്? എന്താ ചെയ്യണത്? മനുഷ്യൻ എന്താ ചെയ്യണത്? നോക്കൂട്ടാ, മനുഷ്യൻ എന്താ ചെയ്യണത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഏട്ടാ കാണിച്ചുതരാം. കണ്ടാ ഇതെന്താ ചെയ്യണത്? എന്തുട്ടാ പടത്തിൽ കാണുന്നത് നമ്മള്? ആ ചിത്രം എന്ന് പറഞ്ഞാൽ 2 ചിത്രമാണ് അല്ലേ? 2 ചിത്രമാണ്, ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും. കണ്ടില്ലേ? ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും. ഇടത്തെ ഭാഗത്തും വലത്തെ ഭാഗത്തും നടുക്കിലായിട്ടൊരു സൂര്യൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇടത്തെ ഭാഗത്തെ സൂര്യനാണോ വലത്തെ ഭാഗത്തെ സൂര്യൻ? എന്താ വ്യത്യാസം? ഇടത്തെ ഭാഗത്തെ സൂര്യൻ ഇത്തിരി കൂടിയും ശാന്തനാണ്. വലത്തെ ഭാഗത്തെ സൂര്യനോ പേശകാണ്. എപ്പോഴാണ് സൂര്യാഘാതം ഏൽക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇടത്തെ ഭാഗത്തുള്ളതായിരുന്നു നമ്മുടെ ഈ ഭൂമി. അത് മനുഷ്യരെന്താക്കി? വലത്തെ ഭാഗത്തെ ഭൂമിയാക്കി മാറ്റി. അതിനായിട്ട് അവൻ ഉപയോഗിച്ചൊരു സാധനം ആ ചിത്രത്തിൽ കാട്ടിയിട്ടുണ്ട്. എന്തുട്ടാ? അതന്നെ അല്ലെ? JCB, പൊക്ലീൻ. അതന്നെ. ഈ സാധനം കൊണ്ടുവന്ന് ആകെ ഇടിച്ചു നിരത്തി അല്ലെ? മലകളൊക്കെ എന്താക്കി? മണ്ണാക്കി. നദികളൊക്കെ തൂർത്തു. ദൈവം ഉണ്ടാക്കിയിട്ടുള്ള സംഗതികളൊക്കെ ആകെ മാറ്റം വരുത്തി. ദൈവം ഉണ്ടാക്കിയതിന് എന്തോ തകരാറുണ്ട് എന്നാണ് മനുഷ്യന് തോന്നണത്. അതിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ വീടൊന്നും വെക്കാനുള്ള ഉദ്ദേശമില്ല അല്ലേ? നാളെ തൊട്ട് കാട്ടിൽ പോയി താമസിക്കാനുള്ള പരിപാടിയാണോ? അവനാന്റെ കാര്യം വരുമ്പോ എന്താ വീട്ടിക്ക് അല്ലേ? അവനാന്റെ വീട് പണിയാൻ കുറച്ച് പാറ വേണം. അപ്പൊ നമുക്ക് പറയും നമ്മള് കല്ലുമട പൊട്ടിക്കാം. കുറച്ച് മണ്ണ് വേണം. മണ്ണ് മാന്താം അല്ലെ? അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയും. വേറെ വല്ലവരെ ആവുമ്പോ നമ്മൾ പറയും നമ്മൾ പ്രകൃതി സ്നേഹിയോടാവും അല്ലേ? അതാണ് മനുഷ്യൻ. അപ്പൊ നമുക്ക് മുഴുവനായിട്ട് ഇതിന് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം?
കാര്യങ്ങൾ നമ്മൾ ചെയ്യണം കേട്ടാ. അപ്പോ ഇതാണ് ഇവിടെ പറയുന്നത്. നമ്മള് എല്ലാവരും ദൈവത്തിനെയും സ്വർഗത്തിനെയും ഒക്കെ കുറിച്ച് ചിന്തിക്കുന്നവരും വിശ്വസിക്കുന്നവരുമാണ്. ആ ദൈവം അഥവാ സ്വർഗമാണ് പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ പ്രകൃതി എല്ലായ്പ്പോഴും ചുറ്റുപാടുള്ള ആളുകൾക്ക് സന്തോഷം നൽകുന്നതാണ്. എന്നാൽ മനുഷ്യന് മാത്രം അത് നൽകാൻ സാധിക്കുന്നില്ല. നമ്മുടെ ചുറ്റുപാടുള്ള പൂക്കളും കിളികളും മരത്തിന്റെ കൊമ്പുകൾ വരെ ദൈവം നൽകിയ പ്രകൃതി എന്താണോ നൽകിയത് അത് അതേപോലെ തന്നെ അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. ഏതെങ്കിലും കിളികള് അല്ലേ, വീട് നമ്മൾ പറയണ കരിങ്കല്ല് കെട്ടി ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്ന ഏതെങ്കിലും കിളികളുണ്ടോ നിങ്ങളുടെ അറിവില്? ഇല്ല. വീട്ടിൽ കൊണ്ടുപോയിട്ട് AC വെക്കുന്ന കിളികളുണ്ടോ നിങ്ങളുടെ അറിവില്? ഇല്ല. കിളികൾ എന്താ ചെയ്യാ, ഏതെങ്കിലും ഒരു മരം കണ്ടാൽ അവിടെ ഒരു കൂട് കൂട്ടി അതിൽ താമസിക്കും. അവർക്ക് അത് മതി, അതാണ് അത് ഹാപ്പിയാണ്. എന്നാ മനുഷ്യൻ അങ്ങനെയാണോ? ഈ മരങ്ങളെല്ലാം പിഴുത് കളഞ്ഞ് അവിടെയൊക്കെ നിരപ്പാക്കി അവിടെ നിന്നിട്ട് കോൺക്രീറ്റിന്റെ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് കെട്ടിപ്പോക്കും. അതന്നെ, മനസ്സിലായ? അപ്പോ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള കഴിവ് മനുഷ്യനില്ല. മണ്ടനാണെന്നാ പറയുന്നത് മനുഷ്യൻ. ആരാ മനുഷ്യൻ? ഞാനൊഴികേട്ടാ. നോക്കുക, പ്രകൃതി ഭംഗി ഒന്നും ആസ്വദിക്കാതെ പരസ്പരം എന്താ ചെയ്യുന്നത് മനുഷ്യൻ? യുദ്ധം ചെയ്യുന്നു, നശിപ്പിക്കുന്നു, അല്ലേ? അങ്ങനെ ഇത് എന്താണ്? ദൈവത്തിനെ കുറിച്ചിട്ട് പറയും നമ്മളൊക്കെ. പക്ഷെ ദൈവത്തിന് തന്ന സാധനങ്ങളിൽ നമ്മൾ അതിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചിട്ട് വരിക കേട്ടോ. ഇനി എന്താ നമുക്ക് നോക്കണ്ടേ? ഇതാരി ആക്ടിവിറ്റി ആയിട്ട് വന്നിരിക്കണം, കുറെ നേരമായല്ലോ. മറ്റേ പാഠത്തിനുണ്ടല്ലേ കുറച്ച് ആക്ടിവിറ്റി? നമ്മള് ആദ്യത്തെ പാഠത്തിലത്തെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഇതൊന്ന് പറഞ്ഞാ പോരെ നമുക്ക്? ഇതാട്ടാ, ആരത് മഞ്ഞവെള്ളം പച്ചവെള്ളം ഒക്കെ എടുത്ത് വെക്കണത് അവിടെ? ഇതൊക്കെ റെക്കോർഡാവുണ്ട് കേട്ടാ, നന്നാവും. മൈക്ക് ഓഫ് ചെയ്തിട്ട് സംസാരിച്ചോളൂ ആ, വീട്ടിൽ പറയുന്നു. ഓക്കെ, മാഷ് പറയട്ടെ എന്നാ. ആക്ടിവിറ്റി ഒന്ന് കേട്ടാ. അതിൽ പറയുന്നത് പിക്ക് ഔട്ട് ദ സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി സ്നേക്ക് ആൻഡ് മിറർ and complete the table below. These sentences tell you about the condition of narrator. Some hints are given. ഈ കഥ വിവരിക്കുന്ന ആളുടെ അവസ്ഥയാണ് ഇതിൽ പറയുന്നത്. ചില ഇത് തന്നിട്ടുണ്ട്, നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, നോക്കാൻ തന്നെ. വാസ് അഫ്രൈഡ് ഓഫ് ദ സ്നേക്ക്. നോക്കുക, ആ കഥയെന്ന് കുറച്ച് കാര്യം സ്കൂളില് അത് മതി. പഠിക്കാന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കുക വേണ്ടോ? ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഠിക്കാനുള്ള സാധനം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പഠിക്കേണ്ട സാധനം ഇതിന്റെ മുന്നത്തെ പാഠത്തിൽ ഒരു 120 വാക്കിന്റെ ഒരു സമ്മറി ടീച്ചർ എഴുതി തരും, അത് പഠിക്കണം. പിന്നെ ആ പാഠത്തുനിന്ന് വരുന്ന ക്യാരക്ടർ സ്കെച്ചുകൾ പഠിക്കണം. പിന്നെ ആ പാഠത്തുനിന്ന് വേറെ എന്തുട്ടാ തരിക? നോട്ടീസ്, ഡയറി, അങ്ങനത്തെ സാധനങ്ങൾ. ഇത്രേ പഠിക്കണ്ടോ, വേറെ ഈ വക സാധനങ്ങളൊന്നും വരില്ല. ഇത് നിങ്ങളെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതാ. ഇതിന് നിങ്ങൾ ഇതൊക്കെ ചെയ്യണതിന് പകരം നന്നായിട്ട് പാഠം വായിച്ചാൽ മതി. നോക്കൂ, ഇതിൽ പറഞ്ഞിരിക്കുന്ന വാചകം എന്താണെന്ന് അറിയൂ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറയുന്ന ഈ പാഠത്തില് ഇതേ കണ്ട, ഇപ്പൊ 2 കോളം കൊടുത്തിട്ടുണ്ട്. ഒരു കോളത്തിന്റെ മുകളിൽ ഹെഡിങ് കൊടുത്തുള്ളത് എന്താ? വാസ് അഫ്രൈഡ് ഓഫ് സ്നേക്ക്. അപ്പുറത്ത് എന്താ കൊടുത്തുള്ളത്? വാസ് പ്രൗഡ് ഓഫ് അപ്പിയറൻസ്. ആ 2 സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന വാചകങ്ങൾ, അതായത് അതിന് സൂചിപ്പിക്കുന്ന വാചകങ്ങൾ
ആ പാഠത്തു നിന്ന് എടുത്തെഴുതാനാണ് പറയണത്. അതായത് ഒന്ന് നരേറ്റർ പേടിക്കുന്ന വാചകങ്ങൾ, അയാൾ പേടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് തോന്നണം ആ വാചകങ്ങൾ. ഇപ്പം കണ്ട, ഐ വാസ് ടേൺഡ് ടു ബി എ സ്റ്റോൺ, ഞാനൊരു കല്ലായി മാറി എന്ന് പറയുമ്പോ അയാൾ എന്തുകൊണ്ട് കല്ലായി മാറി? പേടിച്ചിട്ട്. അതാണ്. അപ്പൊ അത് വാസ് അഫ്രൈഡ് ഓഫ് സ്നേക്കിന്റെ അടിയിൽ വന്നു. കണ്ട, അതേസമയം അപ്പുറത്ത് കണ്ട, ഐ ലുക്ക്ഡ് ഇൻ ടു മിറർ ആൻഡ് സ്മൈൽഡ്, ഞാൻ ഇങ്ങനെ എന്ത് ചെയ്തു? കണ്ണാടിയിൽ നോക്കിയിട്ട് ചിരിച്ചു. അതെന്തിനെ സൂചിപ്പിക്കണത്? അവൻ സ്വയം എന്താണ് അല്ലേ, SP അടിക്കല്ലേ അത്? അതാണ് SP തരം പറയണതാണ് വലത്തെ ഭാഗത്ത്. മണ്ടത്തെ പേടിച്ചു ദൂരെയായിട്ടിരിക്കുന്ന സാധനമാണ് ഏത്? ഇടത്തെ ഭാഗത്ത്. മനസ്സിലായില്ലേ? അപ്പൊ ഇനി വേറൊരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് പേടിക്കുന്ന കാര്യത്തിനെ കുറിച്ചുള്ള ഞാൻ പറയട്ടെ വാചകം. ഞാൻ പറഞ്ഞാലപ്പം പെട്ടെന്ന് നടക്കുള്ളൂ. ഐ സാറ്റ് ദേർ ഹോൾഡിങ് മൈ ബ്രീത്ത്, ശ്വാസം പിടിച്ചിരുന്നു ഞാൻ. ശരിയല്ലേ? അതുപോലെ വേറൊരു വാചകം, ഐ വാണ്ടഡ് ടു റൈറ്റ് ദ വേർഡ് ഓ ഗോഡ് ഓൺ മൈ ലിറ്റിൽ ഹേർട്ട്, എന്റെ ഹൃദയത്തിൽ ഞാൻ എന്താണ് ഓ ഗോഡ് എന്ന് എഴുതാൻ ഞാൻ ആഗ്രഹിച്ചു. എപ്പോഴാ നമ്മൾ ദൈവത്തിന് വിളിക്കുക? അപകടം. കണ്ട എല്ലാവരും എന്റെ പോലെ അല്ലേ നോക്ക. ഐ സാറ്റ് ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ഫ്ലഷ്. ആദ്യത്തെ അതേ വാചകത്തിന് സെയിം ആയിട്ടുള്ള വാചകല്ലേ അത്? ഞാനൊരു ഇറച്ചി മാംസമൊക്കെ ഉള്ള ഒരു പ്രതിമയായിട്ട് ഞാൻ എഴുതി. ഐ ഫെൽറ്റ് ദ പ്രഷർ ഓഫ് ക്രിയേറ്റർ, പ്രസൻസ് ഓഫ് ക്രിയേറ്റർ, ഞാൻ സൃഷ്ടാവിന്റെ സാന്നിധ്യം അനുഭവിച്ചു. സൃഷ്ടാവ് എന്ന് പറഞ്ഞാരാ? ദൈവം. ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ എന്ത് ചെയ്തു? അനുഭവിച്ചു. at my slightest movement the snake would strike me. അതും അവിടെ നമുക്ക് ചേർക്കാവുന്ന വാചകം. അപ്പൊ ഇത് നിങ്ങൾ വായിച്ചു നോക്കി എഴുതേണ്ടതാണ്. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞത് കാര്യത്തില്ല. എന്തായാലും പോണോടത്തോളം പോട്ടെ, കുറച്ചേരം കൂടി പറയാൻ പറ്റും കേട്ടാ. നോക്കിയേ, വാസ് പ്രൗഡ് ഓഫ് ഹിസ് അപ്പിയറൻസ്. അതില് വരുന്നത് ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽ. പിന്നെയോ ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. ശരിയല്ലേ? ഐ വുഡ് ഷേവ് ഡെയിലി, ഐ വുഡ് ഗ്രോ തിൻ മൊസ്താക്ക് ടു ലുക്ക് മോർ ഹാൻസം, I would keep smiling to be more attractive. I was a bachelor and a doctor. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാചകല്ലേ അത്? പിന്നെ പറയുന്നത് the story is about frightening incident narrated in humorous way. What make it humorous? ഈ കഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമാശ കഥയാണ് കേട്ടാ. നിങ്ങൾക്കത് ഞാൻ പറഞ്ഞപ്പോ ചിരിയൊന്നും വന്നില്ലല്ലോ. അത് ശരിക്കും നിങ്ങൾ ചിരിക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റി. ഇതൊരു ഹ്യൂമറസ് സ്റ്റോറിയാണത്. കേട്ടില്ലേ? ഇനി ശ്രദ്ധിച്ചോളാം അല്ലേ? ശരി. അപ്പോ ഇവിടെ പറയണത് the writer has made use of certain striking contrast in the story to bring about humor. അതായത് തമാശ കൊണ്ടുവരാൻ അയാൾ ചില കോൺട്രാസ്റ്റുകൾ ഇതിൽ പറയുന്നുണ്ട്. പിക്ക് ഔട്ട് സച്ച് എക്സ്പ്രഷൻ ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം. ചില കോൺട്രാസ്റ്റുകൾ. അതായത് ഇപ്പൊ ഇതിൽ പറയുന്നത് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ദ ഡോക്ടർ വാസ് എന്ന് പറഞ്ഞിട്ട് ഒരു തമാശ അവിടെ അതിനോട് എന്താ പറയാ വിപരീതമാകുന്ന ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദ കൈൻഡ് ഓഫ് പേഴ്സൺ ദ ഡോക്ടർ വാസ്. അതായത് ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്താ വലിയൊരു സംഭവം അല്ലേ? പക്ഷെ ഇവിടെ ഡോക്ടറെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞത്? ഡോക്ടർ ഒരു നല്ല ഒരു കാശുള്ള ഡോക്ടറാണോ? സമ്പാദ്യമുള്ള ഡോക്ടറാണോ? അല്ല. വളരെ കുറച്ച് മാത്രം സമ്പാദ്യമുള്ള ആളാണ്. അയാളുടെ കയ്യിൽ ആകെ എത്ര ഉറുപ്പ്യുള്ളൂ? 160 ഉറുപ്പ്യുള്ള അയാളുടെ കയ്യിലാകെ. അതുപോലെ അയാൾ താമസിക്കണത് എങ്ങനത്തെ വീട്ടിലാ?
ആ ഒരു ഓടിട്ടുള്ള സാധാരണ വാടകയ്ക്ക് എടുത്ത വീട്ടില് അല്ലേ. പിന്നെ ആ വീടിന്റെ പ്രത്യേകത എന്താ? ഫുൾ എലി അല്ല, ഫുൾ എലിന്ന് അല്ല, അതില് കറണ്ട് ഇല്ല, ശരിയല്ലേ. പിന്നെ അതിന്റെ ഉള്ളില് നിറച്ച അതിന്റെ ഉള്ളില് നിറയെ എലികളുണ്ട്. ശരി, പിന്നെയോ? അതേസമയം ഈ ഡോക്ടർ എന്ന് പറയുന്ന ഈ ആളുണ്ടല്ലോ, സ്വയം ഇങ്ങനെ ഇകഴ്ത്തി സംസാരിക്കുന്ന ആളാണ് അല്ലെ. ഒരു ഡോക്ടർ എഴുതിയൊരു കഥയാണിത്. സാധാരണ ഒരു ഡോക്ടർ എഴുതിയ ഒരു കഥ പോലെ നമുക്ക് ഇത് തോന്നുമോ? ഇല്ല. കാരണം എന്താ വെച്ചാല് ഡോക്ടർ സ്വയം ഒരു തമാശക്കാരനാക്കിയിട്ട്, സ്വയം ഡോക്ടറെ തന്നെ ഒരു തമാശക്കാരനാക്കിയിട്ട് അവിടെ അവതരിപ്പിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ പറയുന്നത് ഡോക്ടർ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്ന ഒരാളെ പോലെയൊക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പറയുന്നുണ്ട് കല്യാണം കഴിക്കുമ്പോ അല്ലേ, എങ്ങനെയുള്ള ആ പെണ്ണായിരിക്കണം എന്ന് പറയുന്നു. ഫാറ്റി ആയിരിക്കണം. അപ്പൊ അവൾ എന്നെ നല്ല റിച്ച് ആയിരിക്കണം. അതേസമയം ഇനിയോ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യം ഉറപ്പാ. അപ്പൊ അവൾ എന്നെ തല്ലാൻ വരുമ്പോ എനിക്ക് ഓടാൻ പറ്റും, അവൾക്ക് ഓടാൻ പറ്റില്ല. അങ്ങനെയൊക്കെ. ഇനി പിന്നെ പറയുന്നത് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി വാണ്ടഡ് ടു ബി. അതിലെന്നെ ഇവന്റെ ആഗ്രഹം അതേസമയം എന്താ? ടു ബി ഹാൻസം. പിന്നെ അവനെന്ത് വേണം? വരമീശ അല്ലേ. അത് മാത്രല്ല, കുറച്ച് കഴിഞ്ഞാൽ അവൻ എന്താ അവിടെ വലിയ പണക്കാരനായി മാറണം. അതൊക്കെ ഇല്ല അവന്റെ ആഗ്രഹം. ഇനി ദ പേഴ്സൺ ഹി വാണ്ടഡ് ടു മേരി, കല്യാണം കഴിക്കാനായി. ഫാറ്റി ലേഡി ഡോക്ടർ ഹാവിങ് ഗുഡ് പ്രാക്ടീസ് അല്ലേ. ഹാവിങ് ഗുഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ വിത്ത് മച്ച് മണി. ഓക്കെ. പിന്നെ അടുത്തെന്താ? ദ പേഴ്സൺ ഹി ആക്ച്വലി മാരീഡ്. പക്ഷെ അയാൾ ശരിക്കും കല്യാണം കഴിച്ചത് എങ്ങനത്തെ ആളെ? പാട്ടത്തകിട് പോലത്തെ ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത് അല്ലേ. അങ്ങനല്ലേ അതില് പറയണത്? എന്തുട്ടാ? എന്ത് പോലത്തെ? അതിന് ഒരു വാക്ക് ഉപയോഗിക്കണ്ടല്ലോ, പാട്ടത്തകിട് എന്ന് പറയും. തിൻ ആൻഡ് സ്ലെൻഡർ എന്നാണോ അതിന് കൊടുത്തുള്ളത്, ബുക്കിൽ കൊടുത്തുള്ളത്? റീഡി. അതന്നെ, REED ബൈ റീഡി. അതാണ് പാട്ടത്തകിട് പോലത്തെ എന്ന് വെച്ച് കഴിഞ്ഞാല് അത്രയും സ്ലിം ആണെന്നർത്ഥം. ഇനി he thought when he looked into the mirror. കണ്ണാടിയിൽ നോക്കിയപ്പോ അവന്റെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു? എന്ത്? ആയിക്കോട്ടെ. ഇനി his thought when his snake coiled around his arm. അവൻ പാമ്പ് അവന്റെ കൈമ ചുറ്റിയപ്പോ അവന്റെ ചിന്തകൾ എന്തായിരുന്നു? അല്ല, ചിന്തകൾ എന്തായിരുന്നു? ഫോളിഷ് ആൻഡ് സ്റ്റുപ്പിഡ് ആയിട്ട് അവരിരുന്നു. പക്ഷെ അവന്റെ മനസ്സിലുള്ള ചിന്തകൾ എന്തായിരുന്നു? അത് കുറെ ഉണ്ട്. എന്തുട്ടാ? അതന്നെ, തോട്ട് അബൌട്ട് ഗോഡ് അല്ലെ, ദൈവത്തിനെ കുറിച്ച് ആലോചിച്ചു. പിന്നെ മെഡിസിൻ ഉണ്ടോ? അവന് പറയുന്നില്ലേ, ഇപ്പൊ പാമ്പ് കടിച്ച എന്ത് മരുന്ന് കഴിക്കാന്നൊക്കെ ആലോചിച്ചു. അങ്ങനെയൊക്കെ ചിന്തിച്ചില്ലേ? ഈ പാമ്പ് എന്താണ് നേരെ തലയുടെ ഉപ്പത്തിനൊപ്പം നിൽക്കണത് അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ ചിന്തിച്ചു. ഓക്കെ. ഇനി in the story, the snake harmed the homeopath. Didn't harm. Homeopath in turn didn't hurt it. Keeping Bashir's vision on nature and its being. Comment on his story.
അല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോമിയോപ്പത് എന്ന് പറയുന്ന ഈ ഡോക്ടർ ഉണ്ടല്ലോ, ഹോമിയോപ്പതിക്കാരൻ, അയാളെ ഈ പാമ്പ് ആക്രമിച്ചോ? ഇല്ല. ഇനിയോ അയാൾ തിരിച്ചു പാമ്പിനെ ആക്രമിച്ചോ? ഇല്ല. സാധാരണ പാമ്പിനെ കണ്ടാൽ നമ്മൾ എന്താ ചെയ്യാ? തല്ലിക്കൊല്ലും, ശരിയല്ലേ? പക്ഷെ പാമ്പ് വളരെ പാവപ്പെട്ട ഒരു ജീവിയാണ് ശരിക്കും പറഞ്ഞാൽ. പാമ്പ് പോണത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? വളരെ പതുങ്ങി ആരും കാണാത്ത ഒരു മൂലയിൽ കൂടെയൊക്കെയാണ് പാമ്പ് പോവുക. പാമ്പിനെ എപ്പോ കാണുമ്പോഴും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്, ആരും കാണാത്ത പോലെ പോവുക. ആരും എന്നെ കാണരുതേ എന്ന് കരുതിയിട്ടുള്ള ഒരു പോക്കാണ്. ആരെങ്കിലും കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ പാമ്പ് വേഗം പോവുക അവിടുന്ന്. അല്ലാതെ പാമ്പ് ആരെയും പോയിട്ട് വെല്ലുവിളിക്കാറില്ല. ഇപ്പൊ നിങ്ങൾ ഒരുത്തിരി ഇങ്ങനെ ഇരിക്കാന്ന് വെച്ചോ, പാമ്പ് ഇങ്ങോട്ട് പെട്ടെന്ന് വന്നിട്ട് നമ്മളെ കടിക്കൊന്നുമില്ല. പിന്നെ എപ്പോഴാ പാമ്പ് കടിക്കുക? അങ്ങട് എന്തേലും ചെയ്താൽ മാത്രമാണ് പാമ്പ് ഇങ്ങട് വല്ലതും ചെയ്യുള്ളൂ. അങ്ങട് നമ്മള് അല്ലേ, അതിപ്പോ അറിയാണ്ടാവും ചിലപ്പോ ചവിട്ടുക. പക്ഷെ അങ്ങനെ ചെയ്താലാണ് പാമ്പ് ചെയ്യുള്ളൂ എന്നാ പറയണത്. അപ്പൊ ഇവിടെ പറയണത് ബഷീറിന്റെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ, ഈ പാമ്പ് ഇവനെ ആക്രമിക്കുന്നില്ല, ഇവൻ പാമ്പിനെ ആക്രമിക്കുന്നില്ല. അപ്പൊ അതില് കീപ്പിംഗ് ബഷീർസ് വിഷൻ ഓൺ നേച്ചർ ആൻഡ് ഇറ്റ്സ് ബീയിങ്, പ്രകൃതിയെയും അതിന്റെ ഭാഗങ്ങളെയും കുറിച്ച് ബഷീറിന്റെ കാഴ്ചപ്പാട് നമ്മളോട് വിവരിക്കാനാണ് പറയണത്. ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വിവരിച്ചാൽ മതിട്ടാ. അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വരില്ല കേട്ടോ. നമ്മളെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സാ ചെയ്യണത് കേട്ടാ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇനി വേറെ എന്തുട്ടാ? എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി കഴിഞ്ഞു അല്ലേ? ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ. ഇത് നമുക്ക് പറയാനുള്ള സാധനം. പേഴ്സോണിഫിക്കേഷനും അലിട്രേഷനും പിന്നെ ഇമേജറി എന്നൊക്കെ പറയുന്ന സാധനം. നമ്മള് ഒരു കാര്യം ചെയ്യാം, അതൊന്ന് പറയാണ്ട് നമുക്കിനി ഹിന്ദിയിൽ ഒരു പാഠം കൂടി ഇല്ലേ തീരാൻ? അപ്പൊ അടുത്ത ലാംഗ്വേജിന് നമ്മൾ ഹിന്ദി ഈ സാധനം നമ്മൾ എടുക്കും. ഒന്ന് എഴുതി വെക്കട്ടെ ഞാനത്. ഹിന്ദി ഈ സാധനം അടുത്ത ലാംഗ്വേജിന് എടുക്കും. തിങ്കളാഴ്ച അപ്പൊ എന്താ കണക്കല്ലേ? നാളെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ക്ലാസ് നമുക്ക് നാളെ എപ്പോ വെക്കാം? നാളെ ഒരു 11 മണിക്ക് വെക്കട്ടെ ഞാൻ. സ്കൂളിലത്തെ മീറ്റിംഗാ? കാറ്റിസം പള്ളിയിലത്തെ 10 മണിക്ക് വെച്ചാലോ? 10 മണിക്ക് വെക്കാം കേട്ടാ. എനിക്ക് നാളെ ഉച്ചയ്ക്ക് അപ്പൊ ഫ്രീ ആവാൻ വേണ്ടിട്ടാ. നാളെ നമ്മള് ഹിസ്റ്ററി കേട്ടാ, രണ്ടാമത്തെ പാഠം. ഓക്കെ, അപ്പൊ നമ്മൾ അവസാനിപ്പിക്കാം കേട്ടാ. ഓക്കെ, ഗുഡ് ബൈ. Okay, welcome. Thank you.